ഡോഗിനോട് ഇപ്പം ഓരോരോ കമാൻഡ് എല്ലാം കൊടുക്കൂലേ, ഇപ്പം സിറ്റ്, ലൈ അങ്ങനെയെല്ലാം പറയുമ്പോൾ അപ്പോൾ അതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ ഡോഗിന് ട്രീറ്റ് കൊടുക്കും. അങ്ങനെ കൊടുത്ത് എങ്ങനെയല്ലോ മിങ്കിളാക്കി എടുക്കുക. എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് സെറ്റ് ചെയ്താണ്. ഞാൻ ഡ്രോയിങ് ചെയ്യും, സിംഗ് ചെയ്യും, ഡാൻസും ചെയ്യും, പിന്നെ ആക്ടിങ്. ഇന്ന ആളുടെ ഫാനാണ് ഞാൻ അങ്ങനെയൊക്കെ പറയില്ലേ, അത് ആരെ പറ്റിയിട്ടാ പറയാ? നെസ്ലൻ പണ്ടത്തെ പറയാനുള്ള ശരിക്കും ലെജൻസ്. അങ്ങനെ ഇന്ന് ഈ ഇപ്പോഴത്തെ ജനറേഷനാണ് ബെറ്റർ, അപ്പോഴത്തെ ജനറേഷനാണ് ബെറ്റർ, അങ്ങനല്ലേ എല്ലാരും സെറ്റാണ്. ഭയങ്കര ഇഷ്ടം ഒരു ഹീറോ വേഷം വേണം, അതില് ആക്ഷനും വേണം. സ്പൈഡർമാൻ പിന്നെ പ്രേമലു എല്ലാം കണ്ടിട്ടില്ലേ, പിന്നെ അങ്ങനത്തെ കുറച്ച് ഫിലിംസ് ചെയ്യാനാണ് ഇഷ്ടം. പാടുമ്പോൾ വൈക്കം വിജയലക്ഷ്മി ചേച്ചീൻ്റെ പാട്ടാണല്ലോ, അപ്പം കേൾക്കാൻ നല്ല സുഖമുണ്ട്. ഉറങ്ങ് ഉറങ്ങ് പൊന്നേ തളരാതെ ഓമൽ ചിരിയോടെ കൊഞ്ചി കളിയാടി. ഹായ്, കേരള ക്രൈം ഫയൽസിന്റെ 2ാം സീസൺ വന്ന സമയത്ത് അതിനകത്തുള്ള ഒരുപാട് ആസ്പെക്റ്റുകളും അഭിനേതാക്കളുടെ പെർഫോമൻസ് ഒക്കെ ചർച്ചയായിട്ടുണ്ടായിരുന്നു. അക്കൂട്ടത്തിലെ നമ്മളെല്ലാവരെയും ഒരുപോലെ ആകർഷിച്ച ഞെട്ടിപ്പിച്ച ഒരു പെർഫോമൻസ് ഉണ്ടായിരുന്നു. അത് നടത്തിയത് ഒരു കൊച്ചു പയ്യനായിരുന്നു. ആ കൊച്ചു പയ്യനായിട്ടുള്ള ആൽവിൻ മുകുന്ദാണ് റിപ്പോർട്ടറിനൊപ്പം ചേരുന്നത്. സ്വാഗതം. താങ്ക് യു. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ആ സീരീസ് കാണുമ്പോൾ ഒരു ഫ്ലാഷ് ബാക്ക് കാണുന്ന സമയത്ത് നമ്മളെല്ലാവരും ഭയങ്കരമായിട്ട് ആൽവിൻ്റെ പെർഫോമൻസ് നമ്മുടെ മനസ്സിൽ തൊട്ടു. നമുക്ക് ആ ജെയ്സ്മോനെ പ്രോപ്പറായിട്ട് കണക്റ്റ് ആവുന്നത് ആൽവിൻ്റെ ആ പെർഫോമൻസിലൂടെയാണ്. അപ്പോൾ അതിനകത്ത് തന്നെ ഇപ്പോഴും എന്താ പറയുക വൈറൽ കട്ടായിട്ടൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് ആ ഒരു ആക്ഷൻ സീനാണ്. അപ്പോൾ എനിക്ക് ആദ്യമേ ചോദിക്കാനുള്ളത്, എങ്ങനെയാണ് ആൽവിൻ മാർഷൽ ആർട്സ് ഒക്കെ പഠിച്ചിട്ടുള്ള ആളാണോ? മാർഷൽ ആർട്സ് പഠിച്ചിട്ടില്ല, അപ്പോൾ വീട്ടിൽ നിന്ന് സ്റ്റിക്കെല്ലാം ഇങ്ങനെ ചെയ്യാൻ ഇഷ്ടമാണോ? വിജയുടെ ഒക്കെ ഇങ്ങനെ കറക്കും. അപ്പം ഈ ഫൈറ്റിന് വേണ്ടിയിട്ട് സിനിമേൻ്റെ ഷൂട്ടിന് മുമ്പേ ട്രെയിനിങ് ഉണ്ടായിരുന്നു. ഫൈറ്റിന് എത്ര നാളൊക്കെ ട്രെയിനിങ് ചെയ്തിട്ടുണ്ടാവും? ട്രെയിനിങ് ഒരു വൺ വീക്ക് സമയം എടുത്തിട്ടാണ് ചെയ്തത്. ട്രെയിനിങ് സെഷൻസ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? ലൈക്ക് ഈസി ആയിരുന്നു അതോ എത്ര സമയമൊക്കെ ട്രെയിൻ ചെയ്യും ഒരു ദിവസത്തിൽ? ലൈക്ക് ഇതിന്റെ ഒരു ദിവസം ഈവനിങ് ഒരു 4 PM to 6 PM അങ്ങനെയുള്ള സമയത്ത്. എങ്ങനെയാ കേരള ക്രൈം ഫയൽസിലേക്ക് ആൽവിനെ എങ്ങനെയാ അഹമ്മദ് കബീർ ആണോ വിളിക്കുന്നത്? ആരെ കാസ്റ്റിംഗ് ഒക്കെ എങ്ങനെയാ നടന്നേ? അത് എൻ്റെ മുന്നേ ഒരു ഫിലിം ഉണ്ടായിരുന്നു, ഗൂ എന്ന് പറഞ്ഞിട്ടുള്ള. അപ്പോൾ അതിൻ്റെ AD ജോബിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാട്ടൻ ഇപ്പം ഈ ഫിലിമിന് വേണ്ടിയിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് കേരള ക്രൈം ഫയലിലെത്തിയത്. ഈ കേരള ക്രൈം ഫയൽസിന് നമ്മൾ പറയുന്ന സമയത്ത് അതിനകത്ത് ഈ ഫൈറ്റ് സീൻ മാത്രമല്ല, ഈ പറയുന്ന പോലെ കുറേ ഇമോഷണൽ സീനുകളൊക്കെ ഉണ്ടല്ലോ. അപ്പം എങ്ങനെയാ ഇപ്പം സംവിധായകൻ നമ്മളോട് പറഞ്ഞു തരുമല്ലോ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, അങ്ങനെ ഓരോ സീനിന് മുൻപ് പറഞ്ഞു തരുമായിരുന്നോ, അല്ലെങ്കിൽ മുൻപേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ജെയ്സ്മോന്റെ ക്യാരക്ടർ ഇങ്ങനെയൊക്കെയാണ്, ആൾ കുറേ സങ്കടമൊക്കെ ഉള്ള ഒരു മനുഷ്യനാണ്, എങ്ങനെയാ പറഞ്ഞത് ആൽവിനോട് എന്ത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവുക? അങ്ങനെയൊന്നും പറഞ്ഞിട്ടുണ്ടായില്ല, ഇങ്ങനെ ഇമോഷണൽ സീന് അങ്ങനെയൊന്നും പറഞ്ഞിട്ടുണ്ടായിട്ടില്ല. അപ്പം അവിടെ എത്തിയാലാണ് മനസ്സിലായി ഇങ്ങനെ ഒരു ഇമോഷണൽ ക്യാരക്ടറാണ്. അപ്പം ആൽവിന് ഇങ്ങനെ ഡോഗ്സിനൊക്കെ ഇഷ്ടമാണോ? അതോ ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ ഈ ഒരു ഡോഗ് ആയിട്ടുള്ള ഒരു കമ്പാനിയൻഷിപ്പ് ഒക്കെ വരുന്നത്. അപ്പം ഇങ്ങനെ ആൽവിന് ഡോഗ്സിനൊക്കെ മുന്നേ ഇഷ്ടമായിരുന്നോ, അല്ലെങ്കിൽ കേരള ക്രൈം ഫയൽസ് കണ്ടതിന് ശേഷം കുറച്ചും കൂടെ ഒരു ഇഷ്ടം തോന്നിയോ? എങ്ങനെയാ? പെറ്റ്സ് ഒക്കെ ഉണ്ടോ? പെറ്റ്സ് ഇല്ല, ഒരു പെറ്റ് പോലും ഇല്ല. മുന്നേ ഒരു ഫിഷ് ഉണ്ടായിരുന്നു, അത് പോയി. ഇപ്പം ഡോഗ് അങ്ങനെയൊന്നുമില്ല. ഇതിപ്പോൾ ഷൂട്ടിന് വേണ്ടിയിട്ട് നമ്മളെ എങ്ങനെയല്ലോ മിങ്കിളാക്കി എടുത്തതാണ്. ഞാൻ ബേസിലൊക്കെ പറഞ്ഞ് ഇങ്ങനെ കേട്ടിട്ടൊക്കെ ഉണ്ട്, ലൈക്ക് ഇങ്ങനെ നമുക്ക് ഈ അനിമൽസ് ആയിട്ട് മിങ്കിളായിട്ട് എടുക്കുക എന്നുള്ളത് അത്ര എളുപ്പമൊന്നുമല്ല. നമ്മൾ കുറേ അതിനോട് നമുക്കൊരു കണക്ഷൻ ഫീൽ ചെയ്യണല്ലോ. പിന്നെ എസ്പെഷ്യലി അനിമലിന് നമ്മളോട് ഒരു കണക്ഷൻ ഫീൽ ചെയ്യണം. അപ്പോൾ കുറേ സമയം എടുത്തോ നമുക്ക് ഈ ഡോഗ് ആയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു കണക്ഷനൊക്കെ സെറ്റ് ആവാൻ വേണ്ടിയിട്ട്? അത് ഒരു 2 ദിവസം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡോഗിനോട് ഇപ്പം ഓരോരോ കമാൻഡ് എല്ലാം കൊടുക്കൂലേ, ഇപ്പം സിറ്റ്, ലൈ അങ്ങനെയെല്ലാം പറയുമ്പോൾ അപ്പോൾ അതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ ഡോഗിന് ട്രീറ്റ് കൊടുക്കും. അങ്ങനെ കൊടുത്ത് എങ്ങനെയല്ലോ മിങ്കിളാക്കി എടുത്ത് എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് സെറ്റ് ചെയ്താണ്. ഇപ്പം ഗൂന് ശേഷമാണ് പരിവാറിലും ഒക്കെ അഭിനയിക്കുന്നത്. അപ്പം ഫസ്റ്റ് മൂവി ഏതായിരുന്നു? ഡിജിറ്റൽ വില്ലേജ്. അതിലേക്ക് എങ്ങനെയാ എത്തുന്നത്? ഫസ്റ്റ് ഫിലിമിന് മാത്രമേ ഞാൻ ഓഡീഷനിൽ പോയിട്ടുള്ളൂ. പിന്നെ എല്ലാം അങ്ങനെ ADSും ഡയറക്ടേഴ്സും അങ്ങനെ വിളിച്ചിട്ട് പോയതാണ്. അപ്പം ആൽവിനെ പറ്റി ആളുകൾക്ക് കുറച്ചും കൂടെ അറിയാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ ആൽവിൻ എവിടെ നിന്നാണ് വരുന്നത്,
എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, അങ്ങനത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് പറയാമോ? നാട് എവിടെയാണ്? കണ്ണൂരിൽ നിന്നാണെന്ന് അറിയാം. കണ്ണൂർ എവിടെയാണ്? കണ്ണൂർ തോട്ടട. വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടില് അമ്മ, അച്ഛൻ, പിന്നെ ഞാൻ. ഓക്കെ. പിന്നെ ഞാൻ സെന്റ് മൈക്കിൾ സ്കൂളിലാണ് പഠിക്കുന്നത്, 5th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നത്. ഈ പഠിപ്പും പിന്നെ അതിൻ്റെ ഒപ്പം നമ്മൾ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ബാക്ക് ടു ബാക്ക് സിനിമകൾ വരുന്നുണ്ട്. ഇപ്പോഴും ഒരു ഷൂട്ടിങ്ങിൻ്റെ സ്പേസിലേക്കാണ് വന്നിട്ടുള്ളത്. അപ്പം അതിൻ്റെ ഇടയിൽ നിന്നാണ് നമ്മളോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ആൽവിൻ വന്നത്. അപ്പം എങ്ങനെയുണ്ട് ഇതൊക്കെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്ന പരിപാടി? അതങ്ങനെ പ്രത്യേക ഇത് ട്രിക്കൊന്നുമില്ല. ഇതിപ്പോൾ ലൊക്കേഷനിലോട്ട് പോകുമ്പോൾ ഞാൻ എൻ്റെ എല്ലാ ബുക്സും എടുത്തിട്ടാണ് പോവുക. അപ്പം ഓരോരോ ലീവായ ദിവസവും ഫ്രണ്ട്സിനോട് രാത്രി നോട്ട്സിന് ചോദിക്കും. ഫ്രണ്ട്സ് മെസ്സേജ് നോട്ട്സ് അയച്ചു തരും. അപ്പോൾ ലൊക്കേഷനോ അല്ലെങ്കിൽ റൂമിന്നോ കംപ്ലീറ്റ് ചെയ്യും. പിന്നെ ആൽവിൻ ഇപ്പം ഈ സിനിമേൻ്റെ ഒപ്പം തന്നെ മറ്റൊരുപാട് കഴിവുകളൊക്കെ ഉള്ള ആളാണെന്നാണ് ഞങ്ങൾക്ക് അറിയാൻ പറ്റിയത്. വരയ്ക്കും, പിന്നെ സംസ്ഥാന സർക്കാരിൻ്റെ ഉജ്ജ്വല ബാല്യ പുരസ്കാരമൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പം ആൽവിൻ്റെ ഒരു മറ്റ് ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങൾ എന്തൊക്കെയാ? ഞാൻ ഡ്രോയിങ് ചെയ്യും, സിംഗ് ചെയ്യും, ഡാൻസും ചെയ്യും, പിന്നെ ആക്ടിങ് ആണ് ഇഷ്ടം. ഏതെങ്കിലും ഒരു പാട്ട് നമുക്ക് പാടിത്തരാൻ പറ്റുമോ ഇപ്പോൾ? ഏതാണ്? പണ്ടത്തെ ഒരു പാട്ട്. ആ. കാവടിയാടുമീ കൺതടവും നിന്റെ കസ്തൂരി ചോരുമീ കവിളിണയും മാറിലെ മാലേ മധുചന്ദ്രനും മാറിലെ മാലേ മധുചന്ദ്രനും നിന്നെ മറ്റൊരു ശ്രീലക്ഷ്മിയാക്കി താമരപ്പൂവിരൽ നീ തൊടുമ്പോൾ തരളമെൻ സ്വപ്നവും തനിത്തങ്കമായി രാത്തിങ്കൾ പൂത്താലി ചാർത്തി കണ്ണിൽ നക്ഷത്ര നിറദീപം നീട്ടി നാലില്ല കോലായി പൂവേലി പുൽപ്പായി നവമി നിലാവേ നീ നിറഞ്ഞു നെഞ്ചിൽ നറുജപ തീർത്ഥമായി നീ നിറഞ്ഞു. ഇത് പഴയകാല ഒരു പാട്ടാണല്ലോ. ഇങ്ങനത്തെ പാട്ടുകളൊക്കെയാണോ കൂടുതൽ കേൾക്കാറുള്ളത്? പണ്ടത്തെയും കേൾക്കും, ഇപ്പോഴത്തെയും കേൾക്കും. എല്ലാ ജനറേഷനിലുള്ള പാട്ടും പാടും. ഇപ്പൊ പുതിയ കാലത്തിന്റെ ഒരു ഏതൊക്കെയാ പുതിയ പാട്ടുകളിൽ ഒരു ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകളൊക്കെ ഉണ്ട് എപ്പോഴും ലൂപ്പിലായിട്ട് കേൾക്കുന്നതൊക്കെ? ARMലെ പാട്ട് ഏതാ? അങ്കുവാനക്കോണിലാണ്. ഓ, അതൊരു ഫേവറേറ്റ് ആണല്ലേ എല്ലാവർക്കും. എന്താ പാട്ട് ഇത്ര ഇഷ്ടപ്പെടാനുള്ള ഒരു കാരണമൊക്കെ? അത് പാടുമ്പോ വൈക്കം വിജയലക്ഷ്മി ചേച്ചീന്റെ പാട്ടാണല്ലോ, അപ്പം കേൾക്കാൻ നല്ല സുഖമുണ്ട്. അതിന്റെ വരി ഏതെങ്കിലും പാടാൻ പറ്റുമോ? രണ്ടുപേര്. നീ നടന്നു പോകുമാ നീണ്ടു നീണ്ട പാതയിൽ കൈവിരൽ പിടിക്കുവാൻ കൂടെയാരിനി എതിരെ നിന്നതേതുമേ താനെ അങ്ങു നീക്കുവാൻ ചാലു തീർത്തുമെത്തുമേ നീരൊഴുക്കുകൾ തൊട്ടു തലോടിക്കൊണ്ട് കാറ്റിലെ നൊമ്പരം മാറ്റിടുവാൻ ആകാശ നക്ഷത്രങ്ങൾ ദിക്കെല്ലാം തെറ്റാതെ കാട്ടിത്തരും മൂടുന്നിരുട്ടകറ്റാൻ തീയെങ്ങും മുന്നിൽ തെളിഞ്ഞുണരും നീ എന്ന വിത്തെടുത്ത് മണ്ണൂര് കാടാക്കി മാറ്റിത്തരും കുഞ്ഞിളം വാവേ കഥ കേട്ട് മെല്ലെ മിഴിപൂട്ട് മാറിൻ ചൂടിൽ ഉറങ്ങ് ഉറങ്ങ് പൊന്നെ തളരാതെ ഓമൽ ചിരിയോടെ കൊഞ്ചി കളിയാടി വളര് വളര്. ഹായ്. ഇപ്പോൾ ഈ ഗൂ എന്ന് പറയുന്ന പടം കുറച്ചൊരു ഹൊറർ എലമെന്റ്സും ഒക്കെ വരുന്ന ഒരു സിനിമയാണല്ലോ. അപ്പം ആ പടത്തിലുള്ള ഒരു എക്സ്പീരിയൻസ് ഭയങ്കര ഡിഫറെൻ്റ് ആയിരുന്നു. അപ്പം ഇങ്ങനത്തെ സിനിമകളിൽ നമ്മൾ അഭിനയിക്കുന്നതും അല്ലെങ്കിൽ നമ്മളിങ്ങനെ കുറച്ച് പേടിയൊക്കെ അഭിനയിക്കണം, അതിൻ്റെ ഒരു വേറെ ഷൂട്ടിംഗ് രീതിയായിരുന്നോ? എങ്ങനെയായിരുന്നു? രണ്ടും ഒരേപോലെ ആയിരുന്നോ? വ്യത്യാസം തോന്നിയോ? രണ്ടും വേറെ വേറെ ഇതല്ലേ, മീൻസ് മുഖഭാവം പറയും. അപ്പം ഇത് കുറച്ച് ആംഗ്രി ഇമോഷണൽ, പിന്നെ അതിലും കുറച്ച് ഇമോഷൻസും പിന്നെ സ്കേർഡ് ആയിട്ടുള്ള ഓരോരോ ഇതും. ഞാൻ ഇപ്പൊ പേടിക്കുക എന്ന് പറയുമ്പോഴേ ഇപ്പം ഇതിനകത്ത് ഓക്കെ നമ്മുടെ മുമ്പിൽ ചില സീനുകളൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പൊ ചില ആക്ടേഴ്സ് ഒക്കെ പറയലുണ്ട്
എല്ലാം മറ്റേ പിന്നീട് VFX ആണല്ലോ ആൾക്കാർ കാണുന്ന ആ പേടിപ്പിക്കുന്ന സാധനങ്ങളൊക്കെ ചിലത് വരിക. പക്ഷെ നമ്മൾ ഇതൊന്നും കാണാതെ ആയിരിക്കും ആ ഇമോഷൻസ് ഒക്കെ ഇടുന്നത്, അല്ലെങ്കിൽ നമുക്കൊരു പോയിന്റിൽ നോക്കിയിട്ട് പേടിയൊക്കെ അഭിനയിക്കാനൊക്കെ ആണല്ലോ പറയാ. അപ്പൊ അതിനെ പറ്റിയൊക്കെ പല ആക്ടേഴ്സും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ ഗൂല് അങ്ങനെയായിരുന്നോ? ലൈക്ക് അപ്പൊ നമുക്ക് പേടി ഒന്നും ഇങ്ങനെ കാണാതെ നമ്മളൊരു പേടി അഭിനയിക്കണ്ടേ? അത് എങ്ങനെയുണ്ടായിരുന്നു? അത് ഇമാജിൻ ചെയ്യാന്ന് വെച്ചാല് ഇപ്പൊ നമുക്ക് സീന് വായിച്ചു തരൂല്ലേ എന്തൊക്കെയാ ചെയ്യേണ്ടത്, ഇപ്പൊ എന്താ അവിടെ നടക്കുന്നത്, അത് നമ്മളെ മനസ്സിൽ തിങ്ക് ചെയ്യണം. അത് അതേ സാധനം അവിടെ നടക്കുന്നുണ്ട് അങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ട് അഭിനയിക്കുമ്പോൾ അതേ ഇതിൽ കിട്ടും, സെറ്റിലായിട്ട് വരുമല്ലേ. ഈ ആക്ടിങ്ങിന്റെ എന്തെങ്കിലും ട്രെയിനിങ്ങിന് അങ്ങനെ പോകുന്നുണ്ടോ? ഇല്ല, ആക്ടിങ്ങിന് അങ്ങനെ പോകുന്നില്ല. സ്കൂളിൽ ഡ്രാമ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൽവിന് ആക്ച്വലി ചെയ്യാൻ ഇഷ്ടമുള്ള ഒരു എന്താ പറയാ വേഷങ്ങൾ എങ്ങനത്തെയാ? ആക്ഷൻ ആണോ, കോമഡി ആണോ, അല്ലെങ്കിൽ എന്ത് വേഷങ്ങളാ ഭയങ്കര ഇഷ്ടം ചെയ്യാൻ? ഭയങ്കര ഇഷ്ടം ഒരു ഹീറോ ഹീറോ വേഷം വേണം, അതില് ആക്ഷനും വേണം. ഓക്കെ, എല്ലാം കൂടിയിട്ടുള്ള ഒരു ഫിലിം കിട്ടിയാല് എന്താ പൊളിക്കുമല്ലേ. ഏതെങ്കിലും ഇഷ്ടപ്പെട്ട സിനിമകളല്ലേ ഇപ്പൊ നമുക്ക് ഇങ്ങനെ കണ്ടിട്ട് ഇതേപോലത്തെ ഒരു സിനിമ എനിക്ക് ചെയ്യണം, എനിക്ക് നായകനായിട്ട് ഇങ്ങനത്തെ ഒരു പടത്തിൽ അഭിനയിക്കണം എന്നൊക്കെ ഉണ്ടാവില്ലേ? അങ്ങനത്തെ കുറച്ച് സിനിമകൾ ഏതൊക്കെയാ ഭയങ്കര ഇഷ്ടമുള്ള? സ്പൈഡർമാൻ. ഓ, അങ്ങനെ സൂപ്പർ ഹീറോ പടങ്ങൾ ചെയ്യാൻ ഇഷ്ടമാണല്ലേ. പിന്നെ സ്പൈഡർമാൻ, പിന്നെ പ്രേമലോലം കണ്ടിട്ടില്ലേ, പിന്നെ അങ്ങനത്തെ കുറച്ച് ഫിലിംസ് ചെയ്യാനാണ് ഇഷ്ടം. സ്പൈഡർമാൻ്റെ ഏതാ ഏറ്റവും പുതിയത് വന്നതാണോ? ടോം ഹോളണ്ട് ഒക്കെ ഉള്ള അങ്ങനത്തെ ഏറ്റവും പുതിയതാണോ? എന്റെ ഫേവറേറ്റ് ടോം ഹോളണ്ട്. ടോം ഹോളണ്ട് എന്താ, ഞങ്ങളുടെ ജനറേഷനിലൊക്കെ കുറച്ച് പണ്ടത്തെ ടോബി മക്വയർ അങ്ങനെ കുറച്ച് പഴയ സ്പൈഡർമാൻ ഉണ്ട്. അപ്പം ടോം ഹോളണ്ടിന്റെ എന്താ, പഴയ സ്പൈഡർമാൻ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. ഓക്കെ, ഈ ടോം ഹോളണ്ടിന്റെ എന്താ ഇത്ര ഇഷ്ടാവാൻ കാരണം? മറ്റേതും കൂടി കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞോണ്ട് ചോദിച്ചതാ. ടോം ഹോളണ്ടിന്റെ എന്തോ ഒരു ഇഷ്ടമാണ്. മലയാളത്തില് പിന്നെ ആരെയാ മലയാളത്തിൽ ഭയങ്കര ഇഷ്ടമുള്ള ആക്ടേഴ്സ് ആരൊക്കെയാ, അല്ലെങ്കിൽ ആരുടെ പടങ്ങളാ നമ്മൾ ആദ്യം തന്നെ പോയി കാണണം എന്നൊക്കെ വിചാരിക്കുക? അത് അങ്ങനെയൊന്നുമില്ല, ഇപ്പൊ എല്ലാരും ഇഷ്ടമാണ്. എല്ലാ ആക്ടേഴ്സിന്റെയും കൂടി അഭിനയിക്കാൻ പറ്റിയാല് സന്തോഷം തന്നെയാണ്. അങ്ങനെ ഫേവറേറ്റ് ആയിട്ട് അങ്ങനെയൊന്നുമില്ല, എല്ലാരും ഇഷ്ടം തന്നെയാണ്. ഇപ്പം എനിക്കിത് അറിയാനുള്ള ആഗ്രഹം കൊണ്ടാണ്. ഇപ്പം നമ്മുടെ ജനറേഷനിലും അല്ലെങ്കിൽ ഇപ്പൊ ചെറുപ്പമുള്ളവർക്കൊക്കെ മമ്മൂട്ടി, മോഹൻലാൽ എന്നൊക്കെ ആയിരിക്കും. അപ്പൊ പക്ഷെ നിങ്ങളുടെ ഒരു ഏജ് ഗ്രൂപ്പിൽ അല്ലെങ്കിൽ ആൽവിനും ഫ്രണ്ട്സ് ഒക്കെ കൂടി ഇന്ന ആളുടെ ഫാനാണ് ഞാൻ അങ്ങനെയൊക്കെ പറയില്ലേ? അത് ആരെ പറ്റിയിട്ടാ പറയാ? നസ്ലൻ ഫാൻ ആണെന്നാണല്ലേ. അപ്പൊ നസ്ലന്റെ ഫാനിന്റെ ഒപ്പം തന്നെ എന്താ പറയാ, അപ്പുറത്തെ ഫ്രണ്ട്സ് എല്ലാവരും നസ്ലന്റെ ഫാൻസ് ആണ്? അല്ലെങ്കിൽ നമ്മൾ പറയുമല്ലോ അല്ല ഈ നടനാണ് ബെറ്റർ, അല്ലെങ്കിൽ അല്ല എന്റെ നടൻ എനിക്ക് ഫാൻ ആയിട്ടുള്ള നടനാണ് ബെറ്റർ, അങ്ങനെയൊക്കെ പറയില്ലേ? അങ്ങനെയൊക്കെ സംസാരിക്കലുണ്ടോ നിങ്ങള്? അങ്ങനെ ഇല്ല. എന്റെ വേറൊരു ഫ്രണ്ട് ഉണ്ട്, ഓനും പ്രേമലി ഇഷ്ടമാണ്. നസ്ലനെ തന്നെയാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, എല്ലാരും മൊത്തത്തിൽ നസ്ലൻ ഫാൻസ് ഗ്യാങ് ആണ് നിങ്ങള്. ഈ നിങ്ങളുടെ ജനറേഷനും കുറച്ച് മുമ്പുള്ള ജനറേഷൻ അങ്ങനെ കുറെ വ്യത്യാസങ്ങളൊക്കെ പറയും. അപ്പൊ എല്ലാവർക്കും അറിയാം ആഗ്രഹം. ഇപ്പം ജെൻസിയും കഴിഞ്ഞ് ജെൻ ആൽഫ, ജെൻ ബീറ്റ അങ്ങനെയൊക്കെ പല പല സാധനങ്ങൾ പറയും. അപ്പൊ അതിനകത്ത് ഈ മുതിർന്ന ജനറേഷനെ പറ്റിയിട്ടുള്ള ഒരു അഭിപ്രായം എന്താ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ ഒക്കെ ഇടയിൽ? ഇപ്പം നിങ്ങളുടെ ജനറേഷനോ അല്ലെങ്കിൽ പാരൻസിന്റെ ജനറേഷനോ അവരെയൊക്കെ പറ്റിയിട്ട് ചിലരൊക്കെ പറയാറുണ്ട് ഭയങ്കര പഴഞ്ചനാണ് എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെ ഒരു പ്രശ്നമുണ്ടോ? അങ്ങനെയൊന്നുമില്ല, പണ്ടത്തെ പറയാനുള്ള ശരിക്കും ലെജൻസ്. ഓക്കെ, അങ്ങനെ ഇന്ന് ഈ ഇപ്പോഴത്തെ ജനറേഷനാ ബെറ്റർ, അപ്പോഴത്തെ ജനറേഷനാ ബെറ്റർ അങ്ങനല്ലേ, എല്ലാരും സെറ്റാണ്. ഇപ്പൊ പാരന്റ്സ് ഒക്കെ എന്താ അഡ്വൈസ് ഒക്കെ തരാറുണ്ടോ? എങ്ങനെ ഇപ്പം സിനിമയിൽ അഭിനയിക്കുന്ന സമയത്തോ? കൂടുതൽ അങ്ങനെയൊന്നും പറയില്ല. ഇപ്പം ഒരു സീനായിന്ന് വിചാരിച്ചോ, അപ്പം ആ സീനിന്റെ ആ ഒരു ആംഗിളിൽ നിന്ന് കഴിഞ്ഞ് ഇപ്പം അടുത്ത ആംഗിളിലോട്ട് പോകുമ്പോൾ എല്ലാം ഇപ്പോഴും നടക്കൂല. ചില സമയം എന്തെങ്കിലും കറക്റ്റ് ചെയ്യാനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ചിരിച്ചോ അല്ലെങ്കിൽ ചിരി കുറച്ചും കൂടി ബെറ്റർ ആക്കിക്കോ, കുറച്ചും കൂടി കരയണോ, അങ്ങനെയല്ലോ പറയുകയല്ലേ. ഇപ്പൊ നമ്മളുടെ ഇപ്പൊ സിനിമകളൊക്കെ ഇറങ്ങുന്ന സമയത്ത്, ഇപ്പം സീരീസിന്റെ സമയത്ത് നമ്മൾ വീട്ടിലൊക്കെ ഇരുന്നിട്ട് തന്നെ ആയിരിക്കും കാണുന്നത്. പക്ഷെ സിനിമകൾ ഇപ്പൊ ഗൂ ആണെങ്കിലും പരിവാർ ആണെങ്കിലും ഒക്കെ നമ്മൾ തിയേറ്ററിൽ പോയിട്ട് കാണുമല്ലോ. അത് ഭയങ്കര സന്തോഷമുള്ളൊരു സമയമാണോ ആൽവിന്? ഇപ്പൊ നമ്മൾ ഇറങ്ങിയ പടം വലിയ സ്ക്രീനിലൊക്കെ കാണുക എന്നുള്ളത്. അപ്പൊ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ഒക്കെ കാണാൻ പോവോ? എങ്ങനെയാ? അപ്പോ ഇത് ഇപ്പൊ നമ്മള് അഭിനയിക്കുന്നുണ്ടാവും, പിന്നെ നമ്മള് അഭിനയിച്ചതൊക്കെ എങ്ങനെയുണ്ടെന്ന് കാണുക ഫൈനലി സ്ക്രീനിലാണല്ലോ. അപ്പം ഈ വിചാരിച്ച പോലെ തന്നെ വരാറുണ്ടോ? എങ്ങനെയാ? അതെ, ഇപ്പൊ ഗൂന്റെ ഒക്കെ നമ്മൾ അഭിനയിച്ചിട്ട് പിന്നെ സ്ക്രീനിൽ കണ്ടപ്പം എങ്ങനെയാ ഫീൽ ചെയ്തേ? ലൈക്ക് അഭിനയിച്ചേക്കാളും ഭയങ്കര ഗംഭീരമായിട്ടുണ്ട് സ്ക്രീനിൽ വന്നപ്പോ. ഞാൻ തിങ്ക് ചെയ്തതിനെക്കാട്ടും കുറച്ചും കൂടി ഇതായിട്ടുണ്ടായിരുന്നു. ഹൊറർ ഫീലും പിന്നെ ആ പ്രേതത്തിന്റെ ആ VFX അതെല്ലാം അടിപൊളിയായിരുന്നു. ഓക്കെ,
പിന്നെ ഈ ചോദിക്കാനുള്ളത് ഈ ഉജ്ജ്വല ബാല്യ പുരസ്കാരം കിട്ടിയല്ലോ സർക്കാരിന്റെ ഭാഗത്ത്. അപ്പം അതെങ്ങനെയായിരുന്നു അതിന്റെ ഒരു പ്രോസസ്സൊക്കെ വന്നത്? എങ്ങനെയാണ് ആ ഒരു പുരസ്കാരത്തിലേക്ക് ആൽവിൻ എത്തിയത്? അതിപ്പോ കണ്ണൂർ ജില്ലയിൽ നിന്ന് എന്നെയാണ് സെലക്ട് ചെയ്തത്. അപ്പോൾ ഡ്രോയിങ്ങിനും സിംഗിങ്ങിനും ഡാൻസിങ്ങിനും പിന്നെ ആക്ടിങ്ങിനും എല്ലാം കൂടിയിട്ട് മൾട്ടി ടാലൻറ്റഡ് എന്ന് പറഞ്ഞിട്ട് ഉജ്ജ്വല ബാല്യ പുരസ്കാരം കിട്ടിയതാണ് തിരുവനന്തപുരത്ത്. ഓക്കെ. പിന്നെ ഈ ഡാൻസിങ് എന്ന് പറയുമ്പം എന്തെങ്കിലുമൊക്കെ പഠിക്കുന്നുണ്ടോ അതോ ഫ്രീ സ്റ്റൈൽ അങ്ങനെയാണോ? ഡാൻസിങ് പഠിക്കാൻ പോകുന്നുണ്ട്, ബ്രേക്ക് ഡാൻസ് അത് പഠിക്കാൻ പോകുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ ഷൂട്ടെല്ലാം ആയിട്ട് തിരക്കാണ്, അപ്പോൾ പോകാൻ പറ്റുന്നില്ല. അതാണല്ലേ. ഇപ്പൊ ഡ്രോയിങ്ങിന്റെ എങ്ങനെയാ? അപ്പം ഡ്രോയിങ് എങ്ങനെയാ ചെയ്യുക? ലൈക്ക് മനസ്സിൽ വന്ന കാര്യങ്ങൾ വരയ്ക്കുകയാണോ അതോ അതിന് ഏതിലാ, വാട്ടർ കളർ ആണോ അതോ പെൻസിലാണോ, എന്തിലാ ഡ്രോയിങ് ചെയ്യുന്നത്? ഞാൻ എല്ലാ കാറ്റഗറിയും ചെയ്യും. ഓയിൽ പേസ്റ്റിലും പിന്നെ വാട്ടർ കളറും കളർ പെൻസിലും അതെല്ലാം എല്ലാം ചെയ്യും. പിന്നെ ഡ്രോയിങ് പഠിക്കാൻ പോയിട്ടില്ല, 2.5 വയസ്സ് മുതലേ വരക്കാൻ തുടങ്ങിയതാണ്. വരയ്ക്കുന്നതാണ്. ഓക്കെ ഓക്കെ. അപ്പം ഇപ്പം മനസ്സിലൊരു പിക്ചർ വരുമ്പോൾ അങ്ങനെ വരയ്ക്കുകയാണോ, അല്ലെങ്കിൽ ആൽവിൻ എപ്പോഴാണ് വരയ്ക്കാനിരിക്കുക? ലൈക്ക് തനിയെ എങ്ങനെ തോന്നുമോ എനിക്ക് പിന്നെ സാധനം വരയ്ക്കണം അങ്ങനെ തോന്നുമോ? അങ്ങനെയും തോന്നും. പിന്നെ ഇപ്പോൾ മൂവീസ് എല്ലാം കാണുമ്പോൾ അതിലെ ആക്ടേഴ്സ് ഉണ്ടാവില്ലേ, അപ്പോൾ ഇപ്പം നെസ്ലിനെ ആണെങ്കിൽ നെസ്ലിനെ വരച്ച് നോക്കിയാലോ അങ്ങനെയെല്ലാം വരച്ച് നോക്കും. മനസ്സൊന്നും വരക്കും, അല്ലെങ്കിൽ ഫോട്ടോ നോക്കിയിട്ടും വരക്കും, എങ്ങനെയാലും വരക്കും. അപ്പോൾ നമുക്ക് ഈ വാട്ടർ കളർ യൂസ് ചെയ്യുന്നതും പിന്നെ അല്ലെങ്കിൽ ഇപ്പോൾ ഓയിൽ പേസ്റ്റ് യൂസ് ചെയ്യുന്നതും അത് ഓരോന്നും ഭയങ്കര ഡിഫറെൻ്റ് ആണല്ലോ, എങ്ങനെയാണ് ചെയ്യേണ്ടത്? അപ്പോൾ അതൊക്കെ ആൽവിൻ എങ്ങനെയാണ് പഠിച്ചത്? അത് ഞാൻ ചില സമയം യൂട്യൂബിൽ നോക്കും എങ്ങനെ യൂസ് ചെയ്യേണ്ടത്. പിന്നെ അച്ഛൻ ഡ്രോ ചെയ്യും. അപ്പോൾ കുടുംബത്തിലെല്ലാവരും ഡ്രോ ചെയ്യുന്നതാണ്. അച്ഛൻ മ്യൂറൽ പെയിൻറ്റിങ് ചെയ്യുന്നത്. അച്ഛൻ ചെയ്യുന്ന നോക്കും, അല്ലെങ്കിൽ യൂട്യൂബിൽ കാണും. പിന്നെ സ്കൂളിൽ ആർട്ട് ലാബ് ഉണ്ടല്ലോ, അപ്പോൾ അവിടെ ഇപ്പോൾ കലോത്സവത്തിനെല്ലാം പോകുമ്പം ഡ്രോയിങ് സാറ് പറഞ്ഞു തരൂലേ, ഇങ്ങനെ മിക്സ് ചെയ്യണം, ഇന്ന കളറ് ഇങ്ങനെ ആക്കണം, അതെല്ലാം കണ്ട് ഒരു ഏകദേശം പഠിക്കും. ഓക്കെ. ഇപ്പോൾ ഡ്രോയിങ്ങിൽ പല കാര്യങ്ങളും ചെയ്ത് പഠിക്കുന്നു പറഞ്ഞല്ലോ. അപ്പം ഇതിൻ്റെ ഒപ്പം തന്നെ വളരെ ചെറുപ്പത്തിൽ തന്നെ ഡ്രോയിങ് തുടങ്ങുകയും ചെയ്തു. അതിനകത്ത് വെറുതെ ഡ്രോയിങ് തുടങ്ങുമല്ല, അങ്ങനെ സ്കൂൾ ലെവൽ പുരസ്കാരങ്ങളൊന്നുമല്ല, അതിൻ്റെ അപ്പുറത്തേക്കുള്ള പുരസ്കാരങ്ങൾ ആൽവിൻ നേടിയിട്ടുണ്ട്. അപ്പം ആ റെക്കോർഡുകളെ പറ്റിയൊന്ന് പറയാമോ? ഇപ്പം സ്കൂൾ പറഞ്ഞു കേട്ടാണ്. അപ്പോൾ സ്കൂളിൽ നിന്ന് മാത്രമല്ല വീട്ടിൽ നിന്ന് ഇപ്പോൾ എനിക്ക് 2 റെക്കോർഡ് കിട്ടിയിട്ടുണ്ട്. ഇപ്പം ഒന്നല്ല, കുറച്ച് മുന്നേ ആണ്. ഇപ്പോൾ ഓസ്ട്രേലിയൻ T20 11 താരങ്ങളെ 11 ഷീറ്റിൽ ലൈവായിട്ട് ചെയ്തിട്ട് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡും ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡും കരസ്ഥമാക്കി. അത് ഏതാ, UKG പഠിക്കുന്ന സമയത്തല്ലേ? അത്ര ചെറുപ്പത്തിൽ തന്നെ. ഇനി ആൽവിന് എന്തൊക്കെയാ ചെയ്യാൻ ആഗ്രഹം? നടനാവണം, പക്ഷെ ഇപ്പോൾ പാട്ടുകാരനും ആവണം, ഡാൻസറും ആവണം, അങ്ങനെ എല്ലാം ചെയ്യണം എന്നാണോ? എന്താണ് വലുതാകുമ്പോഴുള്ളൊരു ആഗ്രഹം? എല്ലാം ചെയ്യണം, പാട്ടും ഡാൻസും പിന്നെ ചിത്രവരയും ആക്ടിങ് എല്ലാം ഒരേപോലെ കൊണ്ടുപോകണം. പക്ഷെ കുറച്ചും കൂടി സ്റ്റെപ്പ് മേലെ ആഗ്രഹമുള്ളത് ആക്ടിങ് ആണ്. ഒരു സിനിമാ നടൻ അങ്ങനെയൊക്കെ ആവാനാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹം. ഓക്കെ. അപ്പം ഒരുപാട് സന്തോഷം ഇത്രയും നല്ലൊരു രസമായിട്ടുള്ളൊരു സംസാരം നമ്മളോട് നടത്തിയതിന്. താങ്ക് യു. വെൽക്കം.